മിഡ് വീക്ക് എവിക്ഷന് വെറും 3 ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എന്തിന് അഡീഷണൽ ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തു? അത് അനീഷിന് വേണ്ടി മാത്രം കൊടുത്ത ടാസ്കോ? ഈ 3 ടാസ്കിലും അനീഷിന് വേണ്ടത്ര നീതി ലഭിച്ചിട്ടില്ല എന്ന് ബിഗ് ബോസിന് അറിയാവുന്നത് കൊണ്ടോ, അതോ ഇനി അങ്ങോട്ടുള്ള ദിവസം അനീഷ് ആ ബിഗ് ബോസ് വീട്ടിൽ ഇല്ലെങ്കിൽ ഒരു കോണ്ടന്റും കിട്ടില്ല എന്നുള്ള അറിവ് കൊണ്ടോ? ഇത് രണ്ടാണെങ്കിലും സത്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്രധാന ടോപ്പിക്കുകളിൽ 3 അത് ഇന്നത്തെ ദിവസം പറയണം എന്നുള്ളത് കൊണ്ടാണ്. അത് ഇന്നലെ തന്നെ പറയേണ്ടതായിരുന്നു, പക്ഷേ അത് ഇന്നലെ പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് കരുതി. അനീഷിന് ആ ഒരു അവസാനം ഒരു ടാസ്ക് അത് അനീഷിന് വേണ്ടി മാത്രം പ്ലാൻ ചെയ്തതാണ്. കാരണം നമുക്ക് രേണു സുധി, ഒന്നീല്, സരിക, ഷാരിക ഇത്രയും പേരെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവർക്ക് 4 പേർക്കും ഒരു ഫിസിക്കൽ ടാസ്കിനുള്ള കാപ്പബിലിറ്റി ഇല്ല. പിന്നെ ആ കൂടിയുള്ളത് റെന, ഫാത്തിമ, അനീഷ്. ഇവർക്ക് 2 പേർക്ക് മാത്രമേ അത്ര ഫാസ്റ്റ് ആയിട്ട് 7 സെക്കൻഡ് കൊണ്ട് ഓടി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ആ ടാസ്ക്? അത് അനീഷിന് വേണ്ടി മാത്രമല്ലേ? അത് നിങ്ങൾ ഒരിടത്തും ചോദിച്ച് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അത് അനീഷിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് അനീഷിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അനീഷിനോട് ബിഗ് ബോസിനും ലാലേട്ടനും എന്താണ് പ്രത്യേകത? ലാലേട്ടൻ എപ്പോഴാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തത് എന്നിപ്പോൾ എല്ലാവരും ചിന്തിക്കും. ഇന്നലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ. വോട്ട് ചോദിക്കുമ്പോൾ ആ വോട്ട് ചെയ്യുന്നത് അത് മാന്യമായിട്ട്, മര്യാദയോടെ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ഒക്കെ ചെയ്യുക എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ലാലേട്ടന്റെ ഒരു പ്രൊമോ ഇന്നലെ വന്നിരുന്നു. അതില് ലാലേട്ടൻ ഒരു ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സിൽ കുറേ എക്സ്പ്രഷൻസ് മാറ്റി 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 ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പൊട്ടിക്കരയുന്ന രേണു സുധിക്കും നന്നായിട്ടൊന്ന് പൊട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ബിഗ് ബോസ് വീടിന് വേണ്ടി നന്നായി ഗെയിം കളിക്കുന്ന, നല്ല സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും നോമിനേഷനിൽ ഇത്തവണ നമ്മുടെ അനീഷ് ഇല്ല. പക്ഷേ അനീഷിന്റെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അനീഷിന്റെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ അനീഷ് എന്താണ് എന്നുള്ളത്, അനീഷിന്റെ ഗെയിം എന്താണ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അനീഷിനെ മാർക്ക് കൊടുക്കാനുള്ളൂ. അവിടെയുള്ള എല്ലാവരും ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, മെനഞ്ഞാന്നത്തെ മോർണിംഗ് ടാസ്കിൽ തന്നെ പറഞ്ഞിരുന്നു, അനീഷാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അനീഷാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്ന് വീട്ടിലുള്ള ഓരോരുത്തരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൽ എനിക്കൊരു നേരിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗെയിം വന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അനീഷിന് അവിടെ ഒട്ടും തന്നെ, അല്ലെങ്കിൽ അനീഷിന് അതിൻ്റെ പേര് ഈ പറഞ്ഞ ഗെയിം കളിച്ച് ഔട്ടായി പോയിരുന്നുവെങ്കിൽ, മിഡ് വീക്ക് എവിക്ഷനിൽ അനീഷ് പുറത്തു പോയിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ ഇത് സപ്പോർട്ട് ചെയ്യുമോ? ഇതിനോട് യോജിക്കുമോ? അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വെച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, രേണു സുധിക്ക് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് അത് രേണുവിന് പറ്റിയ ഒരു ഇടമാണോ അല്ലയോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, രേണുവിന് മുമ്പ് കിട്ടിയിരുന്ന അത്രയ്ക്കുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ ഇല്ല എന്നുള്ളതിന് കുറേ അധികം തെളിവുകളുണ്ട്. കാരണം മുമ്പ് കിട്ടിയിരുന്നത് രേണുവിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചും, അല്ലെങ്കിൽ അതൊരു പാവം സ്ത്രീയാണ്, അവർ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ആണെങ്കിൽ, ഇപ്പോൾ രേണു ബിഗ് ബോസിൽ നിൽക്കേണ്ട ഒരാളല്ല, പാറിപ്പറന്ന് നടക്കേണ്ട ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാറിപ്പോകട്ടെ. പിന്നെ ഇന്നലത്തെ ലൈവിലും അതുപോലെ എപ്പിസോഡിലും ഷൈത്തയും അനുമോളും തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഇടയിൽ രേണുവിനെ കുറിച്ച് പരാമർശിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ രേണു സുധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ച് നല്ല പോലെ സ്കോർ നേടിക്കൊടുത്തത് ഷൈത്തയും ബിൻസിയുമാണ്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നിയത് ഷൈത്യയോടാണ്. ഷൈത്യ വളരെ നന്നായിട്ടാണ് ആ ഒരു ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. സോ ആ ഒരു കാര്യത്തിൽ ശൈത്യക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട്, ഒനീൽ ചേട്ടൻ പോകണ്ടായിരുന്നു, രേണു ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ പോകേണ്ടിയിരുന്നത്. കാരണം രേണു ചേച്ചി ഒരു കാര്യവും ഈ ബിഗ് ബോസിൽ ചെയ്തിട്ടില്ല എന്ന് അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾ അത് സമ്മതിക്കുന്നതല്ല, പകരം അനുമോള് ആണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അനുമോൾക്കറിയാം, അത്തരത്തിൽ അനുമോള് അത് സമ്മതിക്കുകയാണെങ്കിൽ, രേണുവിനെതിരെ അനുമോള് സംസാരിച്ചാൽ അത് അനുമോൾക്ക് ഒരു ചീത്തപ്പേരായി മാറും, അല്ലെങ്കിൽ അനുമോളെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും എന്ന് അനുമോൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ രേണു സുധിക്ക് മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത്, ബിഗ് ബോസ് ഹൗസിലുള്ള പലരും ഒനീലിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഷാരികയെ സപ്പോർട്ട് ചെയ്യുന്ന പലരും അത് രേണു പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അവരാണ് ഒട്ടും കളിക്കാത്തത് എന്നുള്ള നിലയിലേക്ക് അവരുടെയൊക്കെ തോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ബിഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഇത് ഞാൻ പറയാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഒരു എപ്പിസോഡ് ഉടനീളം എനിക്കൊന്ന് കാണണം, കംപ്ലീറ്റ് എപ്പിസോഡ് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്നലെ രാത്രി വരെ കാത്തിരുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഇത് പറയുന്നത്, അനുമോളും ജിസേലും
ഇത് ഒരൊറ്റ വീഡിയോ ആയിട്ടൊക്കെ ഇടാൻ തോന്നിയതാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത്, അനുമോളിനെ ശരിക്കും പറഞ്ഞാൽ ജിസേലിന്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെയുള്ള ഗെയിമിൽ അനുമോൾ ഒരു സേഫ് ഗെയിമർ അല്ല, ഒരു ബെസ്റ്റ് ഗെയിമറാണ്. ആ ജിസേലിനെ, ആണുങ്ങളെല്ലാം ജിസേലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അനുമോൾ അത് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതല്ലോ, ശൈത്യയോട് രഹസ്യമായിട്ട് പറഞ്ഞതല്ലേ? ഈ അനുമോൾ എവിടെ ഇരുന്ന് രഹസ്യം പറഞ്ഞാലും അനുമോൾക്ക് ഉൾപ്പെടെ അറിയാം ഇതെന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും. കാരണം അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ വളരെ കാഷ്വലായിട്ട് ഫണി ആയിട്ട് പറഞ്ഞു എന്നുള്ള കാര്യം വരെ ഇത്രയും വലിയ പ്രശ്നമാക്കി ലാലേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് ജിസേലിനെ കുറിച്ച് അനുമോൾ പരാമർശിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജിസേലിന്റെ പല കാര്യങ്ങളും അന്വേഷിക്കാൻ, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അനുമോൾ എടുത്ത ഒരു ഇനിഷ്യേറ്റീവ്, ആ ഇനിഷ്യേറ്റീവ് സക്സസ് ആയി. ജിസേൽ കുറേ കാര്യങ്ങൾ മോഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആര്യൻ്റെ കുറേ പ്രോപ്പർട്ടീസ്, ആര്യൻ ഉപയോഗിക്കുന്ന കുറേ മേക്കപ്പ് ഐറ്റംസും അല്ലെങ്കിൽ കുറച്ചധികം ബോഡി മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജിസേൽ ഉപയോഗിക്കുന്നത് അനുമോൾ കണ്ടുപിടിച്ച് എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ പോലും ആരും ജിസേലിനെ ചോദ്യം ചെയ്യുന്നില്ല. എന്നിട്ടും എല്ലാവരും പറയുന്നു അനുമോൾ സേഫ് ഗെയിമാണ് എന്ന്. ഇനി അനുമോള് കുറച്ചധികം ഇമോഷണലായി എന്തെങ്കിലും പറയുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്താലും അനുമോളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും, അല്ലെങ്കിൽ അനുമോൾക്ക് വിഷമം വരും. ചില ആൾക്കാർക്ക് ദേഷ്യം കൂടുതൽ വരുമ്പോൾ ഉണ്ടല്ലോ, ദേഷ്യപ്പെട്ട് അവരങ്ങ് കരയും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് അനുമോളെന്ന് എനിക്ക് തോന്നി. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണെങ്കിലും അവിടെ ഉള്ള ഒരാളും നേരെ നിന്ന് ചോദ്യം ചെയ്യാൻ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. ആണുങ്ങൾ പോലും പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. ആ ജിസേലിനെ പോയി അങ്ങോട്ട് ചൊറിഞ്ഞ് ആ ജിസേലിന്റെ വായിരിക്കുന്നത് കേൾക്കാൻ കാണിച്ച തൻ്റെ ഇടം അവിടെ ആർക്കും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അനുമോള് സേഫ് ഗെയിമർ ആകുന്നത്? പിന്നെ അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞു ഇന്നലെ കുറേ ബഹളം ഉണ്ടാക്കി. അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ മാനസികാവസ്ഥയും അവിടെ തന്നെ എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അനീഷിനെ കോർണർ ചെയ്യുന്നു. അനീഷിനെ ഫേക്ക് ഗെയിം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അനീഷിനെ ചീറ്റ് ചെയ്തു എന്ന് അനുമോളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് പറയാമെന്നേ ഉള്ളൂ. അപ്പാനി ശരത്ത് ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ മൈൻഡ്, അപ്പാനി ശരത്തിൻ്റെ ബ്രെയിൻ ആയിരിക്കാം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അനുമോൾ അവിടെ അനീഷിനെതിരെ കളിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതൊരു തെറ്റാണെന്നല്ല പറയുന്നത്, അതൊക്കെ ഗെയിമിനകത്ത് സംഭവിച്ചോട്ടെ. പക്ഷേ അപ്പോൾ അനുമോളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അതിൽ വരെ ഒരു മാനസാന്തരം വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഏതായാലും ശരി, അനുമോൾ ജിസേൽ വിഷയത്തിൽ പൂർണ്ണമായിട്ടും 100% അനുമോളാണ് ശരി. അനുമോൾക്ക് എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഒരു ആൻസർ കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു ലാഗ് വരുമ്പോഴത്തേക്കും ലാലേട്ടൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അനുമോളെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് അനുമോൾക്ക് മൊത്തം അടിച്ചു പോകുന്ന ലക്ഷണമാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡ്സിൽ ലാലേട്ടൻ വന്ന് എന്ത് ചോദിച്ചാലും അനുമോള് കാര്യം മറന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു ആ ലാലേട്ടനെ കാണുമ്പോഴത്തേക്കും ആള് വേറെ ഏതോ ലോകത്തിലെ കിളി പോയി നിൽക്കുന്ന കണക്ക് നിൽക്കുകയാണ്. ഇപ്പം ഈ ഒരു എപ്പിസോഡ് വരുമ്പോഴത്തേക്കും അതും ഇങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം അത് അനുമോൾക്ക് സത്യം പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട്. മോഹൻലാലിനെ കാണുമ്പോൾ നമ്മുടെ അനുമോളിൻ്റെ റിലേ പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഈ ഒരു വരാൻ പോകുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് അനുമോളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം എന്തുകൊണ്ട് ജിസേലിന് ഈ ഒരു ബാഡ്ജ് കിട്ടി എല്ലാവരും ഹാപ്പിയായി, ആണുങ്ങളുടെ മുഖത്ത് ചിരിയൊന്ന് കാണണമായിരുന്നു എന്ന് നമ്മുടെ ശൈത്യയെടുത്ത് അനുമോള് പറയുന്നുണ്ട്. എന്തിനാ അപ്പൊ ശൈത്യയാണത് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ജിസേൽ കൊണ്ടുവന്ന പുതിയ പുതിയ ഉടുപ്പുകളൊക്കെ ഇടുന്നതൊക്കെ ഇവന്മാർക്ക് കാണാനല്ലേ. അയ്യേ, ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയും ഉണ്ടോ എന്നും പറഞ്ഞിട്ട് ശൈത്യ അനുമോളും കൂടെ അവിടെ കുശുകുശുക്കുന്ന ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനകത്തും ബിഗ് ബോസിന് പുറത്തും ഈ ഒരു സംസാരം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ജിസേലിൻ്റെ കുറേ അധികം മോഡേൺ ഡ്രസ്സും നല്ല ഹോട്ട് സ്റ്റൈലായിട്ട് നടക്കുന്നതും ഒക്കെയാണ്. അതൊക്കെ ഒരു തമാശയായിട്ട് കാണാം. പിന്നെ മലയാളികൾക്ക് ഇതൊരു പുതുമയായതുകൊണ്ടാണ് ഈ ഒരു സംസാരമൊക്കെ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണുവാണെങ്കിൽ ഇതിനപ്പുറം കുറേ അധികം നല്ല ലീലാവിലാസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒരു തെറ്റാണെന്നല്ല, അതൊക്കെ നമ്മുടെ ഈ സദാചാര ബോധത്തിന് കുറച്ച് എതിരാണ്. പക്ഷെ അത് എതിർക്കുന്നവർ എതിർക്കട്ടെ, അവരെ വിമർശിക്കാനുള്ളവർ വിമർശിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു സ്റ്റൈലിൻ്റെയും ഒരു ലൈഫ് സ്റ്റൈൽ മാറുന്നതനുസരിച്ച് അതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കേണ്ടവർ പോസിറ്റീവായിട്ട് എടുക്കും. ഏതായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് എന്താണെങ്കിലും അത് റെക്കോർഡ് ചെയ്യും, അതെന്തായാലും ക്യാമറയിൽ കാണും എന്നറിഞ്ഞുകൊണ്ട് ശൈത്യയും അനുമോളും അത് പറഞ്ഞ ആ ഒരു ധൈര്യത്തെ ഞാൻ ഭയങ്കരമായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.
ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ് മേ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, ഇതിനകത്തൊരു 3 കോണ്ടന്റ് ഉണ്ടായിരുന്നു. അത് 3നെ കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയേസിന് വരാം. ബൈ.